ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ ഏറ്റവും സമർത്ഥമായി വിനിയോഗിച്ച് രാഷ്ട്രീയ നേട്ടവും ലാഭവും കൈവരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. കേരളത്തിലെ BJPയും ഇന്ന് അതേ പാതയിൽ തന്നെയാണ് മുന്നേറുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് BJPയെ നയിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ ടെക്നോക്രാറ്റും സംരംഭകനും ശതകോടീശ്വരനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ്. കേരള BJPയിലെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരുടെ പട്ടികയിൽ ഒന്നാം പേരുകാരനാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷനും പാലാ നിയോജക മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഷോൺ ജോർജ്. ഈ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചേട്ടൻ എന്ന പേരിൽ ഒരു AI ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്യപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് AI ചാറ്റ് ബോട്ട് എന്നാണ് ഓരോ വോട്ടർമാരും ആദ്യമായി തന്നെ മനസ്സിലാക്കേണ്ടത്. വ്യാപകമായി നമ്മളുടെ ഫോണിലേക്ക്, അതായത് പാലാ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഫോണിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളും ഒരു വെബ് ലിങ്കും പങ്കുവെക്കപ്പെടുന്നുണ്ട്. ഈ വെബ് ലിങ്കാണ് യഥാർത്ഥത്തിൽ ഈ AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ നമുക്ക് മുൻപിൽ തുറന്നു വരുന്നത് ഒരു ചാറ്റ് വിൻഡോയാണ്. ഈ ചാറ്റ് വിൻഡോയിലേക്ക് നമുക്ക് ഒരു ഹായ് സന്ദേശം അയക്കുവാൻ കഴിയും. ഈ ഹായ് സന്ദേശം അയച്ചു കഴിയുമ്പോൾ ഫർദർ ഇൻട്രാക്ഷൻസിനുള്ള സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചില അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന വിവരമാണ് എനിക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാനുള്ളത്. നമ്മുടെ രാജ്യത്തെ ടെലികോം റെഗുലേറ്ററി സംവിധാനത്തിൻ്റെ പേരാണ് ട്രായ്. നിരന്തരമായി നമ്മുടെ ഫോണുകളിലേക്ക് ട്രായിൽ നിന്നും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്താറുണ്ട്. AI ചാറ്റ് ബോട്ടുകളുമായി ബന്ധപ്പെട്ടും ഇത്തരം സന്ദേശങ്ങൾ എത്താറുണ്ട്. അൺവാണ്ടഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിലേക്ക് ട്രായ് പങ്കുവെക്കുവാറുള്ളത്. കാരണം ഇത്തരം അൺവാണ്ടഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ യഥാർത്ഥത്തിൽ ഹാക്കർമാർക്ക് നമ്മുടെ ഫോണിലേക്ക് കടന്നു കയറുവാനുള്ള സാധ്യതകളാണ് നമ്മൾ തുറന്നിടുന്നത്. അതായത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് നമ്മുടെ കോണ്ടാക്റ്റുകളും അതുപോലെ നമ്മുടെ ചിത്രങ്ങളും വീഡിയോകളും എന്തിന് നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുവാനായിട്ടാണ് ട്രായ് ഇത്തരം സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ആധാർ വിവരങ്ങൾ പോലും ഇത്തരത്തിൽ ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. അതിനാൽ തന്നെ ഇത്തരം ചാറ്റ് ബോട്ടുകളുമായി ഓരോരുത്തരും ഇൻട്രാക്ഷനുകൾ നടത്തുമ്പോൾ, അതായത് അവയിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുമ്പോൾ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും ഡേറ്റയും ചോർത്തപ്പെടുവാനും ദുരുപയോഗം ചെയ്യപ്പെടുവാനുമുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനൊന്നുമുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പിന്നീട് ഈ ഡേറ്റ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഡേറ്റയെല്ലാം വൻ തുകയ്ക്ക് വിൽക്കുവാനുള്ള അവസരങ്ങളും ഇത്തരം ഡേറ്റകൾ കൈവശമിരിക്കുന്നവർക്ക് മുന്നിൽ ഒരുങ്ങുന്നുണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു അമൂല്യ നിധിയായിട്ടുള്ള വലിയ വിലയുള്ള മൂല്യമുള്ള ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ വലിയൊരു ഡേറ്റാബേസ് വിറ്റാൽ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാവണം ഇത്തരം ചാറ്റ് ബോട്ടുകളുമായി നമ്മൾ ഇൻട്രാക്ഷനുകൾ നടത്തേണ്ടത്. ഇല്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇത്തരം ചാറ്റ് ബോട്ടുകളിലൂടെ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ പോക്കറ്റിലെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ പണം പോലും നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളും ഉണ്ടായേക്കാം. ഷോൺ ജോർജിൻ്റെ ഈ ചാറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും അവർ പങ്കുവച്ചിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി ഡേറ്റ മോഷ്ടിക്കുവാനും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കുവാനുമുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാവണം ഇത്തരമൊരു ഉദ്യമത്തിന് അവർ മുതിർന്നിരിക്കുന്നത്. എന്നാൽ ഡേറ്റയും രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രമായിട്ടാവില്ല നമ്മുടെ ഫോണിൽ നിന്ന് ഇവർ ചോർത്തിയെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ ചോർത്തിയെടുക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് എനിക്ക് നൽകുവാനുള്ളത്. നാളുകളിൽ ദുഃഖിക്കാതിരിക്കുവാനായി പ്രേക്ഷകർക്കായി ഈ വിവരം പങ്കുവെക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ BJPയുടെയോ ഷോൺ ജോർജിൻ്റെയോ പ്രചരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനോ അതിനുള്ള ഒരു ശ്രമം നടത്തുവാനോ അല്ല. നേരെ മറിച്ച് സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേക്ഷകർക്കായി ഒരു ഓർമ്മപ്പെടുത്തൽ പങ്കുവെക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സന്നദ്ധമാവേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആരുടെയെങ്കിലും ഡേറ്റ മോഷണം ചെയ്യപ്പെട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടു പോയാൽ ആര് സമാധാനം പറയും എന്നൊരു ചോദ്യത്തിന് കൂടി അവർ ഉത്തരം പറയേണ്ടി വരും. നാളുകളിൽ പലർക്കും പലതും പറഞ്ഞ് കൈ കഴുകുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എല്ലാ ഘട്ടത്തിലും പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിൽ കൈ കഴുകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന
പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ഇത്തരം ചാറ്റ് ബോട്ടുകളുമായി ഇൻട്രാക്ട് ചെയ്യുക, തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക എന്ന ഉത്തരവാദിത്തം നമ്മളും ഇതിനാൽ തന്നെ പുലർത്തേണ്ടതാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഡേറ്റ മോഷണത്തിലുള്ള സാധ്യതകൾ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണെന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.